അബ്കി അദാലത്തിൽ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മേലുള്ള കുറ്റാരോപണം. തൊഴിലാളികൾ രക്തം ചിന്തിയതിന് ഇദ്ദേഹമാണ് ഉത്തരവാദി. കൂടാ സർ, ഒരു ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, റോം കത്തുന്ന സമയത്ത് ന്യൂറോ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്താണ് അറിഞ്ഞതെന്ന് വെച്ചാൽ ഹരിയാന പോലീസ് ജനങ്ങളെ അടിക്കുന്ന സമയത്ത് താങ്കൾ എവിടെയോ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് ആദ്യത്തെ മുഖ്യമന്ത്രി. ആ സമയത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഞാനാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അവിടെ ആർക്കൊക്കെ സാരമായ പരുക്കുകളുണ്ടായിരുന്നു, ആർക്കൊക്കെ ചെറിയ പരുക്കുകളുണ്ടായിരുന്നു, അവരുടെയൊക്കെ അടുത്ത് ആദ്യം എത്തിയത് ഞാനാണ്. വിവരം സത്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാവായ സോണിയാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ താങ്കളും പോയിരിക്കുകയാണ്. അല്ലല്ല, കാര്യം അറിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. പിന്നെ താങ്കൾ അത് മനസ്സിലാക്കാനും കുറെ സമയമെടുത്തു. അതല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്നൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ലല്ലോ. എത്ര വേഗം പറ്റുമോ അത്രയും വേഗം പോയി. താങ്കളുടെ അടുത്തേക്ക് ഇന്റലിജൻസോ അല്ലെങ്കിൽ പോലീസിന്റെ ഇൻഫർമേഷനോ ഒന്നും തന്നെ വന്നില്ല. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ് നടന്നതെന്ന് ഇരു വിഭാഗക്കാരോടും ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഒരു ഭാഗത്ത് പോലീസിനും നല്ല പരുക്കുണ്ടായിരുന്നു, ജനങ്ങൾക്കും പരുക്ക് പറ്റിയിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ആ സംഭവം നടന്ന സ്ഥലത്ത് വർക്കേഴ്സ് മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. ഈ കലാപത്തിനുള്ള കാരണം അവരാണ്. ഞാൻ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ മറുപടി മുഴുവനായി പറഞ്ഞു തീർന്നിട്ടില്ല. അപ്പോഴേക്കും അടുത്ത ചോദ്യം. ആദ്യം ഞാൻ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയട്ടെ. ഞങ്ങളുടെ പക്കൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു, വർക്കേഴ്സിന്റെ പ്രൊസഷൻ ഉണ്ടാവുമെന്ന്. അത് മുമ്പേ ഞങ്ങൾക്ക് കിട്ടി. അതിനു മുമ്പ് പീസ്ഫുൾ ആയിരുന്നു. പിന്നെ ഹോണ്ട വർക്കേഴ്സിന്റെ നെഗോഷിയേഷൻ 6 ടൈം മുമ്പേ തന്നെ തീർന്നു. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഓം പ്രകാശ് ചൗട്ടാലയായിരുന്നു മുഖ്യമന്ത്രി. 6 തവണ നെഗോഷിയേഷൻ നടന്ന് ശരിയായ ഒരു തീരുമാനവും എടുത്തിരുന്നു. അന്നെടുത്ത തീരുമാനം എന്തായിരുന്നു വെച്ചാൽ ഒരു 100 വർക്കേഴ്സിനെ കൂടി കമ്പനിയിലേക്ക് ജോലിക്ക് എടുക്കുന്നു എന്ന്. പിന്നെ പുറത്തു പോകേണ്ടിയിരുന്ന പഴയ 100 വർക്കേഴ്സിനെ ചിലർ അകത്ത് കടത്തിവിടാതെ തടഞ്ഞു. അതിനുശേഷം പ്രൊസിഷൻ ഉണ്ടായപ്പോൾ, അതിനു മുമ്പ് പ്രൊസിഷൻ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, വർക്കേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതായത് മറ്റാരോ ആണ്. ആ സമയത്ത് 5 മാസത്തേക്ക് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു. പിന്നീട് ഹരിയാന എങ്ങനെ വളർന്നോ ആ വളർച്ച അവർക്ക് ഒരിക്കലും സഹിക്കാനാവുമായിരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ കാര്യം പറയുക, ഇതുപോലൊരു കാര്യം പോലീസിനെ കൊണ്ട് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും? പോലീസ് ലാത്തി ഉപയോഗിച്ച് ജനങ്ങളെ ശരിക്കും അടിച്ചിരിക്കുകയാണ്. ഞാൻ ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നല്ലോ. ഞാൻ സംഭവ സ്ഥലത്തേക്ക് ചെന്നു. പിന്നെ മജിസ്ട്രേറ്റിൽ എൻക്വയറി നടത്തി, പരിക്ക് പറ്റിയവർക്ക് ചികിത്സ കൊടുത്തു. ഇപ്പോഴും ജുഡീഷ്യൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കുറ്റവാളി ആരാണെങ്കിലും അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുമെന്നാണ്. ഞാൻ ഇത് മാത്രമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങൾ എന്താണോ കണ്ടത് അത് ലോകം മൊത്തം കണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണോ ഹരിയാനയ്ക്ക് ഇത്രയും നാണക്കേടുണ്ടായത്, അതിൽ ഇക്കാര്യം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതായത് പോലീസ് ജനങ്ങളെ പിന്തുടർന്ന് അവരെ അടിച്ചടിച്ച് ലാത്തി ഉപയോഗിച്ച് അവരുടെ തലയിൽ അടിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം നടത്തിയത്. പിന്നെ അവിടുത്തെ ജനങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ലാത്തി ചാർജ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു, തോളിന് താഴെ അവരെ അടിക്കാൻ പാടുള്ളൂ എന്ന്. പിന്നെ അവിടുത്തെ അന്നത്തെ ഫുട്ടേജ് ഞാൻ നോക്കിയപ്പോൾ ഉടനെ അന്വേഷണം ആരംഭിക്കാൻ പറഞ്ഞു. കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിൽ ചിലരൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നപ്പോൾ, അതായത് ദുഃഖകരമായ ഒരു സംഭവം അന്നവിടെ ഉണ്ടായി, അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അവർ ശ്രമിച്ചു. അതിനുവേണ്ടിയാണ് ആ ജുഡീഷ്യൽ എൻക്വയറി തന്നെ. അത് വേഗം തന്നെ തീർക്കാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട്. പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് താങ്കൾക്ക് നേരത്തെ തന്നെ ഇൻഫർമേഷൻ ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പ്രൊസഷൻ കിട്ടിയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. ബാക്കിയൊക്കെ എൻക്വയറിയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ജുഡീഷ്യൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നടന്നത് വർക്കേഴ്സിന്റെ പ്രശ്നം മാത്രമായിരുന്നില്ല. വർക്കേഴ്സിനും മാനേജ്മെന്റിനുമാണ് വഴക്കെങ്കിൽ അത് ഹോണ്ട ഫാക്ടറിയുടെ മുന്നിലല്ലേ നടക്കേണ്ടത്. ഗുഡ്ഗാവിൽ നടന്നു, പിന്നെ പുറത്തു നടന്നു. അവർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള മോട്ടീവ് ഉണ്ടായിരുന്നിരിക്കാം. തീർച്ചയായും ഉണ്ടായിരിക്കും, കാരണം അതുകൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. പിന്നെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. ആർക്കെങ്കിലും പൊളിറ്റിക്കലായി, അതായത് നമ്മുടെ ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുപോലെ മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള ആക്സസ് നടന്നിട്ടുണ്ട്, ഇരുഭാഗത്തും നടന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് ഉടനെ വരും. അത് കഴിയുമ്പോൾ കുറ്റവാളിക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. താങ്കൾ. നിങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ വലിയ പരിചയമില്ല. ആരും നിങ്ങളുടെ ഉത്തരവുകൾ അങ്ങനെ അനുസരിക്കുന്നുമില്ല. പിന്നെ നിങ്ങൾ ഹരിയാനയിൽ ഒരു പുതിയ തത്വം കൊണ്ടുവന്നിരിക്കുകയാണ്. ആദ്യം ജനങ്ങളെ ശിക്ഷിച്ചിട്ടാണ് നിങ്ങൾ വിശദീകരണം നൽകുന്നത്. ഗുഡ്ഗാവിൽ നടന്ന ലാത്തിചാർജിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ, അതിൽ നിരപരാധികളെ മാത്രമാണ് ലക്ഷ്യം വെച്ച് അടിച്ചത്. അവര് ബാഹ്യശക്തികളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആ ബാഹ്യശക്തികൾ ആരാണെന്ന് കൂടി പറയൂ. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്.
രജത് സാർ, താങ്കൾ പകുതി ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റോത്തക്കിൽ യുവതികൾക്ക് നേരെയും ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അല്ലല്ല, അവിടെയും അടുത്ത ലാത്തി ചോദ്യം ചാർജ് എൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. ready ആയിട്ടുണ്ട്. അവരെ പോലും വെറുതെ വിട്ടില്ല. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസങ്ങളിൽ റോത്താക്കില് വലിയ രീതിയിൽ ലാത്തി ചാർജ് നടന്നിട്ടുണ്ട്. പിന്നെയാണ് ചർച്ചകളെല്ലാം നടന്നത്. ഓ, അതാണ് ഇപ്പോ നിങ്ങൾ പറഞ്ഞത്. അതായത് വർക്കേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഞാൻ മാനേജ്മെന്റിനോട് പോയി സംസാരിച്ചു. പിന്നെ റോത്തക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവരും ചണ്ഡീഗഡിൽ വന്ന് എന്നെ കണ്ടിരുന്നു. അവർക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ കേട്ടു. ഇവരെന്താ അതിനുശേഷം പറയുന്നത് വെച്ചാൽ ഉണ്ടായതൊന്നും ആദ്യം നിങ്ങൾ പോലീസിനെ വെച്ച് ജനങ്ങളെ അടിക്കും, ഒരിക്കലുമില്ല. അതിനുശേഷം നിങ്ങൾ ഈ compromise പറയുന്ന ആവും. പോലെ ഒന്നും അവർ പറഞ്ഞിട്ടേ ഇല്ല. അവരിങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടേ ഇല്ല. അത് വേണമെങ്കിൽ ഇവരുടെ വ്യക്തിപരമായ അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്. പക്ഷെ അവരതുപോലെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. അവര് തന്ന കംപ്ലൈന്റ് ഇതാണ്. അതായത് ഞങ്ങളുടെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത് പറയട്ടെ, പുറത്തുനിന്ന് വന്ന ആൾക്കാർ ചെയ്തതാണെന്നാണോ പറയുന്നത്? ഇപ്പൊ അങ്ങനെയേ പറയാൻ പറ്റൂ. ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഒരുപക്ഷെ ഇവർക്ക് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോ ഇത് അവരുടെ രാഷ്ട്രീയ ഐഡിയോളജി ആയിരിക്കാം. അതൊക്കെ താങ്കൾ എനിക്കെങ്ങനെ പറഞ്ഞതുപോലെ അറിയാം. അതൊരു കുസൃതിയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുപോലെ ഇത് ഞാൻ അംഗീകരിക്കുകയാണ്, അവർ പുറത്തുനിന്ന് വന്ന ജനങ്ങളാണ്. അതായത് ഇതുപോലെ പുറത്തുനിന്ന് വന്ന ജനങ്ങൾ, അതായത് കുസൃതിക്കാരെ ഇത്രയ്ക്ക് ക്രൂരമായിട്ട് അടിക്കണോ? അതായത് നമ്മുടെ പോലീസുകാരടിച്ചത്. ഇല്ല, ഞാൻ പോലീസുകാരെ വിളിച്ച് ഇങ്ങനെയൊക്കെ അടിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റാണ് സംഭവിച്ചത്. അതിനാണ് ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നത്. കുറ്റവാളി ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഒരു കലാപം കൺട്രോൾ ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നും അല്ലല്ലോ. ഫയറിംഗ് നടത്തും, പിന്നെ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തും. പക്ഷെ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷേ ടിവിയിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതായത് ഈ നടന്ന കാര്യങ്ങൾക്കൊക്കെ. സംഭവം അറിഞ്ഞ ഉടനെ ഞാൻ ഉടൻ തന്നെ പോലീസിന് ഉത്തരവിട്ടു, തെറ്റ് ചെയ്തവരെ ഒരിക്കലും വിടരുതെന്ന്. എന്താണാവോ നടന്നത്, തെറ്റാര് ചെയ്താലും തീർച്ചയായും അന്വേഷണത്തിൽ അത് തെളിയും. അതിൽ ഒരു സംശയവും വേണ്ട. കാരണം നിങ്ങളുടെ അല്ലല്ല, ഞാൻ ശത്രുക്കളാണെങ്കിൽ അവരെന്താ പറയട്ടെ, ഈ പറയുന്നത്? കാര്യം ഞാൻ അറിഞ്ഞ ഉടൻ തന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്ന് അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് താങ്കളുടെ ശത്രുക്കൾ ഉത്തരവിട്ടില്ലേ? എന്താ പറയുന്നത് വെച്ചാൽ ജാലിയൻ വാലാബാഗിൽ എന്താണോ സംഭവിച്ചത്, 4 സൈഡിലും തടഞ്ഞു നിർത്തി കൊന്നില്ലേ, അതുപോലെയാണ് ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത്. ജാലിയൻ വാലാബാഗിൽ എത്ര പേരാ മരിച്ചത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുകയല്ലേ. ഒരുപാട് പേര് അഴുക്കുചാലിൽ പെട്ടു, ഒരുപാട് പേരെ കാണാതായില്ലേ? അങ്ങനെ എത്ര പേര് അഴുക്കുചാലിൽ കിടന്നു, എത്ര പേരെ കാണാതായി, എത്ര പേര് ഫാക്ടറിയിലേക്ക് പോയി? ഇതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒരു അന്വേഷണം നടത്തി പറയേ.